അറ്റകുറ്റപ്പണികൾക്കായി മൂലമറ്റം വൈദ്യുതി നിലയം 1 മാസത്തേക്ക് അടച്ചു. ഇന്നലെ വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് അടിയന്തര യോഗം ചേർന്ന ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. വൈദ്യുതി വിതരണത്തിന് പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും 4 ജില്ലകളിലെ ജലവിതരണ പദ്ധതികൾ അവതാളത്തിലാകുമോ എന്ന ആശങ്ക ബാക്കിയാണ്. മൂലമറ്റത്തെ വൈദ്യുത നിലയത്തിന്റെ ബട്ടർഫ്ലൈ വാൽവിലെ തകരാറ് രൂക്ഷമായതോടെയാണ് അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഷട്ട്ഡൌൺ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എറണാകുളത്തെ കുടിവെള്ള ടാങ്ക് തകർന്നതോടെ അടച്ചുപൂട്ടാനുള്ള തീയതി പുതുക്കി നിശ്ചയിച്ചാണ് ഇന്ന് പുലർച്ചെ 4 മണിയോടെ നിലയം പൂർണ്ണമായി പ്രവർത്തനം നിർത്തിയത്. 700 മെഗാവാട്ടിന്റെ വൈദ്യുതി കുറവ് സംസ്ഥാനത്തുണ്ടാകുമെന്നത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് വൈദ്യുതി വകുപ്പ് നൽകുന്ന ഉറപ്പ്. എന്നാൽ പ്രതിദിനം 3 ദശലക്ഷം ഘനയടി വെള്ളം ഒഴുകുന്നത് 1 ദശലക്ഷം ഘനയടിയിലേക്ക് കുറയുന്നതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പിനെ കാര്യമായി ബാധിക്കും. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലായി 30 പഞ്ചായത്തുകളെയാണ് വെള്ളത്തിന്റെ ലഭ്യത ബാധിക്കുക. 100-ലധികം ജലവിതരണ പദ്ധതികളാണ് മൂലമറ്റത്തു നിന്നെത്തുന്ന വെള്ളത്തെ ആശ്രയിച്ച് സംസ്ഥാനത്തുള്ളത്. ചെറുതോണിയിൽ നിന്ന് പെൻസ്റ്റോക്ക് വഴി മൂലമറ്റത്തെത്തിച്ച് വൈദ്യുതോൽപാദന ശേഷം മലങ്കര ഡാമിലൂടെ തൊടുപുഴ, മൂവാറ്റുപുഴ, പിറവം, വൈക്കം എന്നിങ്ങനെ വേമ്പനാട്ട് കായലിലാണ് ഈ വെള്ളം എത്തിച്ചേരുന്നത്. ആറിലെ വെള്ളമില്ലാതായാൽ വൈക്കം ഭാഗത്ത് ഒരു വെള്ളം കയറാനുള്ള സാധ്യതയും ചെറുതല്ല. പകരം സംവിധാനം എന്ന നിലയിൽ പെരിയാറിനെ ആശ്രയിക്കാമെന്ന തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അതും പൂർണ്ണമായി ഫലപ്രദമല്ല എന്നാണ് വിലയിരുത്തൽ. പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ട് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.